ഏറ്റവും ഒടുവിലായി പുറത്തുവന്നൊരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നടി ഹണി റോസിനെതിരായ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി. അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട്? ഇതുവരെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല. പോലീസിന്റെ തുടർന്നുള്ള നിലപാട് എങ്ങനെയായിരിക്കും വിഷ്ണു? കഴിഞ്ഞ 11-ാം തീയതിയാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം കോടതി അംഗീകരിക്കാതിരുന്നത്. അതിൽ പ്രധാനമായും പോലീസ് നിലപാട് തേടിയ ശേഷം, പോലീസിന്റെ നിലപാടിൽ വ്യക്തത വന്ന ശേഷം അറസ്റ്റ് തടയാതിരിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പരിഗണിക്കാൻ മാത്രമേ സാധിക്കൂ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കേസ് 27-ാം തീയതി വീണ്ടും പരിഗണിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് ഇക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല. പക്ഷേ പോലീസ് വിശദമായ പ്രാഥമിക അന്വേഷണം നടത്തുകയാണ്. ഒരുപക്ഷെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം തന്നെയായിരിക്കും പോലീസും കോടതിയിൽ റിപ്പോർട്ടായി നൽകുക. അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകണം, തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം തള്ളണമെന്ന് തന്നെയായിരിക്കും പോലീസും കോടതിയെ അറിയിക്കുക. കാരണം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഇയാൾ മറ്റിടത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോലീസ് ഉറപ്പായും ഈ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജിത്ത്, വിഷ്ണു, ഈ വളരെ വിശദമായ പരിശോധനയിലേക്ക് കോടതി ഇതുമായി ബന്ധപ്പെട്ട് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരട്ടെ, അതിനുശേഷം 27-ന് വിശദമായ വാദം കേൾക്കാം എന്ന നിലപാടാണോ കോടതി? ഇതിന്റെ മെറിറ്റിലേക്കൊന്നും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. പ്രത്യേകിച്ച് കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാഹുൽ ഈശ്വർ ആകട്ടെ ഒരു കസ്റ്റഡി വരുന്നതുകൊണ്ടാണ് നിലവിൽ ആ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ, ഒരു മുമ്പേ അറിഞ്ഞൊരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിലാണ് പോലീസിനോട് വിശദമായ വിവരം ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഈ കേസിൽ കേസെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? കേസ് എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് തെളിവുകളാണുള്ളത്? ഇയാളെ കസ്റ്റഡിയിൽ വേണ്ട ആവശ്യമുണ്ടോ? അക്കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് പോലീസ് അടുത്ത ദിവസം നൽകും. പ്രാഥമിക അന്വേഷണം നടക്കുകയാണ് ഹണി റോസ് ഈ രാഹുൽ ഈശ്വറിന് നൽകിയ പരാതിയിൽ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ തത്സമയം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഈ ഹണി റോസിനെതിരായ പരാമർശം, അതിൽ ഇപ്പോൾ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാടാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. സ്വാഭാവികമായ നടപടിക്രമം എന്നുള്ള നിലയിലാണ്. പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല, അതിന് പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുതിയ വിവരത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ ഈശ്വർ? ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയല്ലേ? ഞങ്ങൾ നോട്ട് ടു അറസ്റ്റ് ചോദിക്കാത്തതിന്റെ കാര്യം എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല. ആ ഒരു ഒഫൻസ് അതിനകത്തുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഹണി റോസിന്റെ പരാതിക്ക് യാതൊരു കഴമ്പും അടിസ്ഥാനവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ അത്? ഞാൻ പറഞ്ഞത് സാമൂഹിക വിമർശനത്തിന്റെ പരിധിയിൽ വരുമെന്നും പോലീസ് ഓൾറെഡി നിയമോപദേശം ചോദിച്ചു. ഏറ്റവും ടോപ്പ് പോലീസ് ഓഫീസേഴ്സിനോടും അഡ്വക്കേറ്റ്സിനോടും ചോദിച്ചു. അവരടക്കം കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കുറ്റകൃത്യമോ തെറ്റോ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഹണി റോസിന്റെ പരാതി കഴമ്പില്ലാത്തതാണ് എന്ന് വീണ്ടും തെളിഞ്ഞ ഒരു അവസരമാണ്. അത് പോലീസ് കുറെ കൂടി ഉറക്കെ പറയണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും ഇല്ലല്ലോ. കോടതി എല്ലാ മീഡിയയിലും വന്ന യൂട്യൂബിലും അല്ല, ഇതിലിപ്പോ അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഉന്നയിക്കാത്തതിന്റെ കാരണം, ഉന്നയിക്കാത്തതിന്റെ കാരണം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തക്ക മെറ്റീരിയൽ പോലും ഹണി റോസ് പറഞ്ഞതില്ല. ഹണി റോസ് പറഞ്ഞ കാര്യത്തിൽ, ഹണി റോസ് എനിക്കെതിരെ ഉന്നയിച്ച പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റമോ തെറ്റോ ഉണ്ട് എങ്കിൽ എഫ്ഐആർ ഇടണം. എഫ്ഐആർ ഇട്ടാൽ മാത്രമല്ല ഇനി അറസ്റ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റൂ. അപ്പൊ യഥാർത്ഥത്തിൽ എഫ്ഐആർ ഇടാൻ തക്ക ഗൗരവം ഹണി റോസിന്റെ പരാതിക്കില്ലെന്നും ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇടേണ്ടതല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഞങ്ങൾ നോട്ട് ടു അറസ്റ്റ് ചോദിക്കാത്തതല്ല, നോട്ട് ടു അറസ്റ്റിന്റെ ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. എഫ്ഐആർ ഇട്ട് കുറ്റമുണ്ടെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നോട്ട് ടു അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നോൺ ബെയിലബിൾ പോയിട്ട് ഒരു ഒഫൻസും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത. അത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്നൊരു വസ്തുതയാണ്. അത് ഹണി റോസും കൂടെ. ശരി രാഹുൽ ഈശ്വർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അതിന്റെ കേസിന്റെ വിശദമായ മെറിറ്റിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമിക അന്വേഷണം എന്നുള്ള നിലയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. പോലീസിനോട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച നിലപാട് തേടിയിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസ് അത് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദങ്ങളുണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതിയുടെ ഒരു തീരുമാനം വരിക. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും UDF-നെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയ അൻവർ DCC പ്രസിഡന്റ് VS ജോയിയെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും ചേർന്ന് തീരുമാനിക്കുമെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. PV അൻവർ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് CPIM-ന്റെ പ്രതികരണം. നിയമസഭാ മന്ദിരത്തിൽ നേരിട്ടെത്തിയാണ് സ്പീക്കർ AN ഷംസീറിന്
PV അൻവർ രാജിക്കത്ത് കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവേശത്തിന് മുന്നോടിയായി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ PV അൻവർ UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും അളന്നു കുറിച്ചാണ് നീക്കങ്ങൾ. ആര്യാടൻ ഷൗക്കത്തിനെ തള്ളുന്ന അൻവർ മുന്നോട്ട് വെച്ചത് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര്. മലയോര ജനതയുടെ പ്രതിനിധിയായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ആരത് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടൻ്റെ മകനാ. ഉള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്ന കേട്ടു. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ആളുകൾക്ക് തന്നെ അറിയാമെന്നായിരുന്നു അൻവറിന്റെ പരിഹാസത്തോട് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. CPIM-നും സർക്കാരിനുമെതിരെ PV അൻവർ ഉയർത്തിയ നിലപാടുകളോട് യോജിക്കുന്നുവെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും തീരുമാനിച്ചോളാമെന്ന് മറുപടി. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. അവിടെ കോൺഗ്രസിന്റെ സീറ്റാണ്. PV അൻവറിന് മുന്നിൽ വാതിലടച്ചിട്ടുമില്ല, ഇപ്പോൾ തുറന്നിട്ടുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം PV അൻവറിനെ അവഗണിക്കുമെന്ന സൂചനയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായത്. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒന്നുമില്ല, ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. രാജിക്ക് പിന്നാലെ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായി മമതാ ബാനർജി നിയമിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. UDF മുന്നണി വിപുലീകരണ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിന് സാധ്യതകളുണ്ടാകും. അങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിനും ലീഗിനും കൂടുതൽ വേരോട്ടമുള്ള മറ്റൊരു മണ്ഡലത്തിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയും. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല. PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ വീണ്ടും പോളിംഗ് ബൂത്തിലെത്താനുള്ള സാധ്യതയാണ് മുന്നിൽ. അൻവറിന്റെ രാജിയോടും ഉപതെരഞ്ഞെടുപ്പിനോടും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അത് 24 തേടിയിരുന്നു. കാണാം പ്രേക്ഷകർക്ക്. വിരലുമത്ത മഷി ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. അപ്പോഴത്തിന് വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഇലക്ഷൻ. വികസനം നടത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ അയാൾ UDF-ൽ വന്നാലും UDF-ൽ ഇതുവരെ നിന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകണില്ല. UDF-ൽ പോവാം, എല്ലാവരും അതേമാതിരിയുള്ള മാതിരി മൂപ്പർക്കും പോകാം, അതിനൊന്നും എതിർപ്പില്ല. UDF-ൽ ആര് വന്നാലും സ്വീകരിക്കും. പക്ഷേ മറ്റ് സ്ഥാനമാനങ്ങളൊന്നും കൂടുതൽ കിട്ടുന്ന എഴുതിക്കാണ്ട് ആരും വരണ്ട. 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഇതിപ്പോൾ വേണ്ടില്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക്. ഇടക്കിടക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമല്ല. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം പോകട്ടെ. നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് അദ്ദേഹം. അതിന് കൂടിച്ച് നാടിന് വേണ്ടിക്കാണ്ട് ചെയ്യട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. അൻവറിനെ പോലുള്ള ആളുകൾ UDF സംവിധാനമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്. എന്തോ രാജിവെക്കേണ്ടതാണ്. ഇപ്പോൾ രാജിവെച്ചത് നല്ലതിനെയാണ്. രാജിവെച്ചത് ശരിയായിട്ടില്ല എന്നാണ് അഭിപ്രായം. ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടാമതായി. ഇതൊക്കെ ജനങ്ങളെ മുതൽ പൈസയല്ലേ, നീതി അടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകും. CPIM സൈബർ പോരാളിയായ MLA-യുടെ റോളിൽ നിന്നാണ് കടുത്ത പിണറായി വിരുദ്ധതയിലേക്കുള്ള PV അൻവറിന്റെ നാടകീയ രാഷ്ട്രീയ യാത്ര. CPIM വിട്ടതു മുതലുള്ള അനിശ്ചിതത്വവും രാഷ്ട്രീയ അഭയത്തിനായുള്ള ചുവടുമാറ്റങ്ങളും ഏറെ. രാഷ്ട്രീയ പ്രസക്തി ഉറപ്പിക്കാനും UDF-ലേക്ക് വഴിവെട്ടാനുമുള്ള തന്ത്രങ്ങൾ സജീവമായി പയറ്റുകയാണ് PV അൻവർ. ഇടതുപാളയത്തിൽ സ്വതന്ത്രാംഗമായിട്ടും അണികളെക്കാൾ കടുത്ത സൈബർ പോരാളിയാകാൻ ഓവർ ടൈം പണിയെടുത്തു അൻവർ. പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പോരിനിറങ്ങിയതോടെ മുഖ്യമന്ത്രിക്ക് അനഭിമതനായി. മരുമകനും മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളെ പറ്റിച്ചങ്ങ് ജയിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം കരുതുന്നത് തെറ്റല്ലേ? എല്ലാവരെയും അങ്ങ് യോജിപ്പിച്ചു കളയാൻ കഴിയും, അങ്ങനെ LDF-നെതിരെ അങ്ങ് വലിയ തോതിൽ അണിനിർത്തി കളയും എന്നൊക്കെയുള്ള ഭീഷണികൾ ചിലത് മുടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ യുദ്ധവും വഴിമുട്ടി. മുഖ്യമന്ത്രി തള്ളിയതോടെ അതുവരെ കൈയടിച്ച CPIM സൈബർ അണികളും കൈവിട്ടു. മഞ്ഞുരുകിയെന്ന പ്രതീതി ജനിപ്പിച്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഫലമുണ്ടാക്കിയില്ല. ഒടുവിൽ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക്. അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചു പാർട്ടി. അതുവരെ പ്രതിരോധ കോട്ട കെട്ടിയ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ. P ശശിക്കും പിണറായിക്കുമെതിരെ കടുത്ത വിമർശനം.
സ്വന്തം തട്ടകത്തിൽ വിശദീകരണ യോഗം വിളിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക കൂട്ടായ്മ പ്രഖ്യാപിച്ചു. DMK പ്രവേശനമെന്ന അൻവറിന്റെ മോഹം ഇടയ്ക്ക് പൊലിഞ്ഞു. ഇതിനിടെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദശക്തിയാകാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ സാന്നിധ്യം ഉറപ്പിക്കാനായില്ല. ഇതിനിടെ മനുഷ്യ വന്യജീവി സംഘർഷ വിഷയത്തിലെ പ്രതിഷേധവും ഫോറസ്റ്റ് ഓഫീസ് ആക്രമണക്കേസിലെ അറസ്റ്റും അൻവറിന് പുതുജീവൻ നൽകി. ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൽ രാഷ്ട്രീയ ഭയം. അയോഗ്യതാ ആശങ്കകൾക്കിടെ നിയമസഭാംഗത്വത്തിൽ നിന്ന് രാജി. UDF വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിലും ആര്യാടൻ ഷൌക്കത്തിനെതിരെ പോര്. അൻവറിന് ഇനിയും തീരാത്ത സസ്പെൻസ് നിറഞ്ഞ രാഷ്ട്രീയ വഴി. 24 തിരുവനന്തപുരം. വയനാട്ടിലേക്ക് പോയാൽ അവിടെ പുൽപ്പള്ളിയിൽ കടുവാപ്പേടിയാണ്. അമരക്കുനിയെ ആശങ്കയിലാക്കുന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം 2ാം ദിവസവും ഫലം കണ്ടില്ല. തെർമൽ ഡ്രോൺ പരിശോധനയടക്കം നടത്തി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നതിനിടെ ഇന്ന് പുലർച്ചെ ഒരാടിനെ കൂടി കടുവ പിടിച്ചു. ഇന്ന് രാത്രിയും പട്രോളിംഗും ആകാശ നിരീക്ഷണവും തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അമരക്കുനി മേഖലയിൽ കടുവ ഒരാഴ്ചക്കിടെ കൊന്നത് 3 ആടുകളെ. വനംവകുപ്പ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. എന്നിട്ടും കടുവ കൂട്ടിലാകുന്നില്ല. നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാർക്ക്. ഈ ആടിനെ പിടിച്ചിട്ട് പുലി അവിടെ നിന്ന് ചാടി കടുവ ചാടിയിട്ട് ഞാൻ കഥ പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കടുവ വലിച്ചുകൊണ്ട് ഇവിടെ എത്തി മാവിൻ്റെ അവിടെ. അപ്പോൾ ഞാനും പുറകെ ഇവിടെ എത്തി. എന്നിട്ട് പെണ്ണുങ്ങൾ എന്നെ പുറകോട്ട് പിടിച്ച് വലിച്ചു. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഈ പറമ്പിൽ ലാസ്റ്റ് അവിടെ കൊണ്ടിട്ടു. അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ കുറച്ച് അവിടെ നോക്കി. പിന്നെ അവർ എന്താ വണ്ടി എടുക്കാനെന്താണ് പോയിരുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആടിനെ നേരെ വലിച്ചുകൊണ്ട് വയലിൽ കൊണ്ടിട്ടു. ഇപ്പോൾ വയലിലെ കൂടുക ചെയ്യണത്. ഇതിൽ സുരക്ഷിത ഇല്ലല്ലോ നമുക്ക്. ഉണ്ടോ? ഇതിപ്പോൾ കടുവ ഇറങ്ങില്ല, മൃഗങ്ങൾ ഇറങ്ങില്ല എന്നാൽ എന്തെങ്കിലും ഒരു സുരക്ഷിത നമുക്ക് ആരും തരുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പൈസ കിട്ടണം ഏറ്റവും നല്ലതായിരിക്കും നമുക്ക്. വനം വകുപ്പിന്റെ പട്രോളിംഗ്, ഡ്രോൺ നിരീക്ഷണം, കുങ്കിയാനകൾ എല്ലാം സജ്ജം. ഇതിനിടയിൽ വീണ്ടും പുലർച്ചെ കടുവയെത്തി. അമരക്കുനിയുടെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ദേവർഗദ്ദ തുപ്ര റോഡിൽ കേശവന്റെ കറവയുള്ള ആടായിരുന്നു ഇര. കടുവയെ നേരിട്ട് കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേശവനും ഭാര്യ സുലോചനയ്ക്കും. ഈ സൈഡിൽ കൂടെ വന്നു, ഇതിലൊക്കെ എടുത്ത് ചാടിയത്. പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ മാഞ്ഞു പോയി. എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ, അന്നേരം എടുത്ത് ചാടി. ഒച്ച ഒച്ച കേട്ട്. അന്നേരം ഞാൻ പറഞ്ഞ് കടുവയാന്ന് പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ അതിനെയും വലിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ രണ്ടേയും കാണാനും ഇല്ല. തള്ളേനെ നല്ല കറവയുള്ള ആടായിരുന്നു. കറന്നുകൊണ്ടിരിക്കണം ഞങ്ങൾ രാവിലെ. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ഉടനെത്തി. കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. കൂടിന്റെ തൊട്ടടുത്ത് വരെ കടുവയെത്തി. കടുവ കേബിളിൽ തട്ടിയതോടെ കൂട് അടഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി നൈറ്റ് ടൈമിലാണ്. ഒരു 12 മണി അർദ്ധരാത്രിക്ക് ശേഷമാണ് കഴിഞ്ഞ 7-ാം തീയതിയും 9-ാം തീയതിയും പിന്നെ തലേ ദിവസം രാത്രിയും ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ളത്. പകൽ സമയത്ത് ഇത് ടോട്ടലി ഇനാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്ന് പുലർച്ചെ, അതായത് വെളുപ്പാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഈ 2 കിലോമീറ്റർ ചുറ്റുപ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തീർച്ചപ്പെടുത്താൻ കഴിയും. കടുവാ ദൗത്യം തുടരുന്നതിനാൽ ഇന്ന് അമരക്കുനി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമരക്കുനിയിലും പരിസര പ്രദേശത്തും 3 കൂടുകളാണ് വനംവകുപ്പ് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രിയിലും ഡ്രോൺ നിരീക്ഷണം തുടരും. കടുവ കൂട്ടിലാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ്, ഒപ്പം നാട്ടുകാരും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. അത് കഴിഞ്ഞ 2-3 ദിവസമായി അവരുടെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്, കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയാത്ത അവസ്ഥയാണ്. അടിയന്തരമായ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോഴും കടുവ കൂട്ടിലായിട്ടില്ല. ആശങ്ക അതേപടി തന്നെ തുടരുകയാണ്. എന്താണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ അവർ പോസിറ്റീവായി പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എവിടെ കണ്ടാലും കടുവയാണെന്നുള്ളൊരു പ്രയാസമാണ് ആളുകളൊക്കെ. ഇപ്പോൾ മൈക്ക് വെടി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ്. ഈ നീണ്ടു പോകും തോറും ജനങ്ങളെ സംബന്ധിച്ച് അത്രയും പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വിദ്യാഭ്യാസം മുടങ്ങുന്ന നിലയുണ്ട്. ഈ കടുവ നമ്മുടെ അല്ലെന്ന് പറയുന്നുണ്ട് ഫോറസ്റ്റുകാർ. നമ്മുടെ കടുവല്ലേ, പിന്നെ എവിടുന്ന് കൊണ്ട ഇവിടെ വന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് മെയിനായിട്ടൊരു ചോദ്യമാണ്.
അവർ പറയണത് മട്ടൻ തിന്നുന്ന മാത്രം കടുവ. അപ്പോൾ ബീഫിനകത്ത് കടുവ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതായിരിക്കും. അത് ഞങ്ങൾക്ക് അറിയണം. ഈ കടുവാ ഭീതി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. മറ്റെല്ലാ മൃഗങ്ങളുടെ ശല്യവും ഇവിടെയുണ്ട് ഈ ഒരു മേഖലയിൽ മൊത്തത്തിൽ. അതായത് ഇപ്പം നിലവിൽ മൃഗങ്ങൾ കാട്ടിലല്ല, ഞങ്ങളുടെയൊക്കെ പറമ്പുകളിൽ കൂടെയാണ് തങ്ങുന്നത്. അവസ്ഥ വളരെ മോശമാണ്, ഭയാനകമാണ്. കാര്യം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ്. ഇപ്പോൾ കാപ്പി പറിക്കുന്ന സമയമാണ്. ഇതെല്ലാവരും കാപ്പി, കുരുമുളക് കാര്യങ്ങൾ. നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് നഗരത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവിടെ കോട്ടമൈതാനത്തെ തണൽ മരങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ നഗരസഭ നൽകിയ നിർദ്ദേശം മറികടന്ന് മൈതാനത്തെ പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റിയിരിക്കുകയാണ് കരാർ സ്ഥാപനം. വനവകുപ്പിന്റെയോ നഗരസഭ ട്രീ കമ്മിറ്റിയുടെയോ അനുമതി ഇല്ലാതെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതേസമയം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്ന് നഗരസഭാ അധ്യക്ഷ പറയുന്നു. കളക്ടറുടെ ഉത്തരവ് പ്രകാരം നഗരസഭ കരാർ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടത് അപകടം വരുത്തിവെക്കാൻ സാധ്യതയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാൻ മാത്രം. പിന്നെ ഈ മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ ആരാണ് അനുമതി നൽകിയത്? പാലക്കാട് കോട്ടമൈതാനത്തിന്റെ അലങ്കാരമാണ് തലയുയർത്തി നിൽക്കുന്ന തണൽ മരങ്ങൾ. നഗരത്തിലെത്തുന്ന തൊഴിലാളികൾക്കും മറ്റും തണലേകിയിരുന്ന മരങ്ങളാണ് അനുമതിയില്ലാതെ മുറിച്ചുമാറ്റിയത്. ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് നഗരസഭ അനുമതി നൽകിയത്. എന്നാൽ കരാറുകാർ പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചുമാറ്റി. മരമുറി തുടരുന്നതിനിടയിലാണ് പരാതി ഉയർന്നത്. അതുകൊണ്ട് മാത്രം മുറിക്കൽ അവിടെ നിർത്തിവെച്ചു. മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മരം ഇത്രയും സ്പീഡായിട്ട് ഇവർ മുറിച്ചത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പരാതിയുമായി മുന്നോട്ട് പോയി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത്. അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ മരം കംപ്ലീറ്റും നഷ്ടപ്പെട്ടേനെ. കോട്ടമൈതാനത്ത് സ്ഥിരമായി നടക്കാനെത്തുന്ന ആളുകളുടെ അടക്കം ശ്രദ്ധയിൽ മരമുറി പെട്ടതോടെ ഇവർ പരാതി നൽകുകയായിരുന്നു. അപ്പോഴാണ് അനുമതിയില്ലെന്ന കാര്യവും മനസ്സിലായത്. മരം മുഴുവനായിട്ട് വെട്ടിമുറിക്കാണ്. അപ്പം തന്നെ സ്പോട്ടിൽ ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർ ഇതിനൊരു അനുമതിയും കൊടുത്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവർ അനുമതി കൊടുക്കാണ്ട് നിങ്ങളുടെ അറിവോടോടാണോ ഈ മരങ്ങൾ മുറിക്കണമെന്ന് വെച്ചപ്പോൾ അവർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു. അവർ അപ്പം തന്നെ വന്ന് ഈ മരം മുറി നിർത്തി. അനുമതിയില്ലാതെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ നടപടി വേണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ അടക്കം ആവശ്യം. നഗരസഭാ അധ്യക്ഷ പോലും അറിയാതെയാണ് ഈ മരംമുറി നടന്നത്. മുറിച്ച മരങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമില്ല. പിന്നെ എന്തിനായിരുന്നു ഈ കടും വെട്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊടും വെയിലത്ത് പൊരിവെയിലത്ത് ആശ്വാസമായിരുന്ന ആ തണൽ മരങ്ങൾ മുറിച്ചതിനെ പറ്റി പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പ്രധാനമാണ്, അത് കേൾക്കാം. ഈ മരം പറയുന്നത് ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു തണലാണ്. ഒരുപാട് ആൾക്കാർ ഒരു 10 മനുഷ്യരുടെ കളിയൊക്കെ കണ്ടിട്ട് ഇരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ മരം മുറിച്ചതുകൊണ്ട് ഈ ഭാഗത്ത് വെയിലാണ്. തെറ്റാണത്. അതാര് ചെയ്താലും നിയമത്തിൻ്റെ മുമ്പിൽ അത് തെറ്റാണ്. ഇപ്പോൾ കുഴപ്പമില്ല ഈ വൈകുന്നേരം, പക്ഷെ ഉച്ചയാകുമ്പോൾ നല്ല വെയിലും ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെ പിന്നെ പുരോഗതിയാണെന്ന് അറിയില്ല, നമുക്കിപ്പോൾ കണ്ടറിയാം, അത്ര തന്നെ. എന്തുകൊണ്ട് മുറിച്ചൊന്നും അറിയില്ല. ഇതിപ്പോൾ ഈ ഗ്രൗണ്ട് വികസനത്തിന് വേണ്ടി ഇങ്ങനെ മുറിച്ച എന്താ സംഭവം അറിയില്ല. കൃത്യമായിട്ടൊന്നും പറയാണ്ട് ഇങ്ങനെ മുറിച്ചു വെച്ചു. ആൾക്കാർക്ക് ഇത്രയും ഇതിനും വേറെ ആൾക്കാർ ഇവിടെ ഇരിക്കണതാണ്. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളിപ്പോൾ കോട്ടമൈതാനത്തിൽ ഇത്തിരി മരം ഉള്ളതുകൊണ്ട് ഇത്തിരി നേരം വന്ന് ഇരിക്കും. കാണില്ല, തണൽ പോയിരിക്കുന്നു ഇവിടെ നിന്ന്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന നിരവധി സംഭവങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകളാണ് അടുത്തിടെയായി നമ്മൾ കേൾക്കുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. മതിയായ ചികിത്സ കിട്ടാതെ 80-കാരൻ മരിച്ചു എന്നാണ് പരാതി. കാൽവിരലുകളുടെ പഴുപ്പ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അത്തോളി സ്വദേശി രാജനാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇടതുകാലിലെ വിരലുകൾക്ക് പഴുപ്പ് കൂടിയതോടെയാണ് അത്തോളി സ്വദേശിയായ രാജൻ തൻ്റെ നാട്ടിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. സർജന്റെ സഹായം ആവശ്യമായതിനാൽ സഹകരണ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 9:30 രാജൻ ബീച്ച് ആശുപത്രിയിലെത്തി. ബീച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ രാജനെ പിന്നീട് വാർഡിലേക്ക് മാറ്റി. അവിടേക്കെത്തിയ ഹൗസ് സർജൻ കാലിലെ കെട്ടഴിച്ച ശേഷം ഫോട്ടോ എടുത്തു മടങ്ങി.
റൗണ്ട്സിനെത്തുന്ന ഡോക്ടർ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം പറയുന്നു. ഇതിനിടെയാണ് രാജന് കുത്തിവയ്പ് നൽകുന്നത്. ഇതോടെ ഗുരുതരാവസ്ഥയിലായി. എന്നിട്ടും നഴ്സുമാരല്ലാതെ ഡോക്ടർ എത്തിയില്ല. ഡോക്ടർ വരും തന്നെ പറഞ്ഞ് പിന്നെയും ബുദ്ധിമുട്ട് വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് സ്ട്രിപ്പ് വിട്ടിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ഇഞ്ചക്ഷൻ എന്ത്? അപ്പോൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല, വാർഡിലേക്ക് ഡോക്ടർമാർ വന്നിട്ടില്ല. ആ 11 മണിക്ക് ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല പറഞ്ഞത്. പിന്നെ ശ്വാസം തടസ്സം, ഒരു കാർഡിയാക് അറസ്റ്റ് പോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയം ആ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ ഒക്കെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ വരും, നിങ്ങളിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം, ഡോക്ടർ വന്നോളൂ, ഡോക്ടർ വരും എന്ന് പറഞ്ഞു. ഡോക്ടർ വരുന്നുമില്ല, ഒന്നും ആവുന്നില്ല. അവർ 5 മണിയോട് കൂടി അവർ വോമിറ്റ് ചെയ്തു. ഡോക്ടർ രാവിലെ എത്തി പരിശോധിക്കുമ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കും കാലതാമസമുണ്ടായതായാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നെ എത്ര ഇനി അങ്ങോട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇനി ബാക്കിയില്ല. ഞാൻ അവരുടെ അടുത്ത് എത്ര നിങ്ങൾ ഡോക്ടറെ വിളിക്കുക. അവർ ഡോക്ടർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ വരണ്ടേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നുള്ള മറുപടി തരുന്നത്. എന്നുവെച്ചാൽ ടൈം വന്നിട്ട് ഒരു 3 മണിക്ക് അച്ഛൻ ആ ഒരു കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു ലക്ഷണം വന്നിട്ട് 3 മണി ഇട്ടിട്ട് 5 മണി 5:10 വരെ ടൈം ഉണ്ടായിട്ട് ഒരു ഡോക്ടർ പോലും ബീച്ചിലത്തെ ഡോക്ടറിൻ്റെ അച്ഛനെ പരിശോധിക്കാൻ വന്നില്ല. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. വിശദമായി അന്വേഷണം നടത്താനാണ് DMOയുടെ നിർദ്ദേശം. 5 അംഗ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘമാണ് അന്വേഷിക്കുക. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് രാജന്റെ ജീവൻ നഷ്ടമാവാൻ കാരണമായതെന്ന് കുടുംബം പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിനും റിപ്പോർട്ട് സമർപ്പിക്കലിനും അപ്പുറം ഇത്തരം വീഴ്ചകളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതാണ് ചോദ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തൃശൂർ മാളയിൽ നിന്നൊരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് മധ്യവയസ്കനെ അടിച്ചു കൊന്നു എന്നുള്ളതാണ്. മാള കുറുവിലശ്ശേരിയിൽ ചക്കാട്ടി തോമയാണ് മരിച്ചത്. ആക്രമണത്തിന് പിന്നാലെ വാടാശ്ശേരി വീട്ടിൽ പ്രമോദ് ഒളിവിൽ പോയി. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെയൊരു കൊലപാതകത്തിന് കാരണം? പോലീസ് പറയുന്നത് എന്താണ് സൂരജ്? ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് മാളയിൽ നിന്ന് വരുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 തൃശൂർ മാളയിൽ മധ്യവയസ്കനെ പലകയ്ക്ക് അടിച്ചു കൊന്നതെന്നുള്ളതാണ് പറയുന്നത്. മാള കുറുവിലശ്ശേരിയിൽ ചക്കാട്ടി വീട്ടിൽ തോമയെയാണ് ഇത്തരത്തിൽ പലക കൊണ്ട് അടിച്ചു കൊന്നത്. ഒരു പ്രമോദ് എന്ന് പറയുന്ന വടശ്ശേരി വീട്ടിൽ പ്രമോദ് എന്ന് പറയുന്ന ആളായിരുന്നു ഈ തോമയെ പലക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ ഏറെക്കാലമായി തർക്കം നിലനിന്നിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെയും ഇത്തരത്തിൽ ഈ അടിപിടി ഉണ്ടായിട്ടുള്ളതാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് അങ്ങനെ ഇരിക്കെ 5:30 ഈ തോമയുടെ വീട്ടിലേക്ക് പ്രമോദ് എത്തുന്നത്. പിന്നീട് പലക കൊണ്ട് തോമയെ പ്രമോദ് അടിക്കുകയുമായിരുന്നു. 2 കാലും തല്ലി ഒടിച്ച നിലയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൈയും തല്ലി ഒടിച്ച നിലയിലാണ്. അതോടൊപ്പം തന്നെ കോൺക്രീറ്റിന്റെ വലിയ പാളി ഈ തലയിലിട്ടാണ് ഈ കൊലപ്പെടുത്തിയതെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവത്തിന് ശേഷം പ്രമോദ് ഒളിവിൽ പോവുകയും ചെയ്തു. കാപ്പ കേസ് പ്രതിയാണ് പ്രമോദ് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഒരു വധശ്രമ കേസിൽ ജയിലിലാകുകയും 1 വർഷത്തോളം കണ്ണൂർ ജയിലിലായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ തോമയെ കൊലപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോയത്. എന്തായാലും ഇവിടെ നിന്ന് ഒളിവിൽ പോയ പ്രതിയെ പോലീസ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാള പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ഈ പുൽപ്പള്ളിയിലെ കടുവാഭീതിയുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷകർ അത് ആ ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടൽ വേണം എന്നുള്ള കാര്യം തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ വനംവകുപ്പിന്റെ സന്നാഹങ്ങളും കുങ്കിയാനകളെയൊക്കെ കണ്ട് ഉൾക്കാട്ടിലേക്ക് കടുവ പോയോ എന്നുള്ള ചോദ്യം ചില പ്രേക്ഷകർ ചോദിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് പുലർച്ചെയും അവിടെ നിന്നൊരു ആടിനെ കടുവ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. വലിയ ആശങ്ക ആ പ്രദേശവാസികൾക്ക് ഉണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര കവറേജ് പതിവ് പോലെ തന്നെ 24-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉറപ്പായും പതിവ് പോലെ തന്നെ സമഗ്രമായ കവറേജ്, അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങൾ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തൽക്കാലം തുറക്കില്ല. കല്ലറ തുറക്കുന്നതിൽ തീരുമാനം നാളെയെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൊളിക്കാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കല്ലറ പൊളിക്കാൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത് നാടകീയ സംഭവങ്ങൾക്കാണ് ഇടയാക്കിയത്. കാണാം.
കളക്ടറുടെ ഉത്തരവുമായി കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും രാവിലെ സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ നടന്നത്. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഇതിനിടെ ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകണമെന്നും അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമേ നിലപാടെടുക്കാവൂ എന്നും കുടുംബത്തിന്റെ അഭിഭാഷകരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ജില്ലാ ഭരണകൂടത്തോടും പോലീസിനോടും ആവശ്യപ്പെട്ടു. അവര് എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഈ സമാധി ഇരുത്തിയിരിക്കുന്നത്. അത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ഒരു ഭാഗം ആളുകളുടെ ശ്രമം അത് ശരിയല്ല. നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആർഡിയോടും പറഞ്ഞിട്ടുണ്ട്, ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ കുടുംബത്തിന്റെ അഭിഭാഷകർ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധിച്ച് രംഗത്തെത്തി. ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തതോടെ നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചു. പിന്നാലെയാണ് ബന്ധുക്കളെ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെത്തിച്ച് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു ലീഗൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷനാണെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളതല്ല, അതിൻ്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ബന്ധുക്കൾ പറയുന്നതാണോ പരാതിയിൽ പറയുന്നതാണോ ശരിയെന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. നേരത്തെ ആളെ കാണാനില്ല എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മക്കളടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പൂജയൊക്കെയായി നടന്ന ഗോപൻ സ്വാമി ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടെന്ന് നാട്ടുകാരറിയുന്നത് ഈ പോസ്റ്ററിലൂടെയാണ്. വിശ്വാസമോ ആചാരമോ എന്തുതന്നെയായാലും മരിച്ച ഒരാളെ ആരുമറിയാതെ സമാധി ഇരുത്തിയെന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അത് നിയമപരമായി തന്നെ ദൂരീകരിക്കപ്പെടണം. ആറാലുമുട്ടിൽ നിന്നും ജിനുവിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ നിക്ഷേപക സംഗമത്തിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കാനുള്ള ക്ഷണം UAE സ്വീകരിച്ചിരിക്കുകയാണ്. വ്യവസായ മന്ത്രി പി രാജീവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സംഘത്തെ അയക്കും എന്ന ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. റിജിത്ത്, സംസ്ഥാന സർക്കാരിൻ്റെ ആഗോള നിക്ഷേപക സംഗമമായ ഗ്ലോബൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഫെബ്രുവരി അവസാനമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഇൻവെസ്റ്റർ മീറ്റുകളാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇൻവെസ്റ്റർ മീറ്റിൻ്റെ ഭാഗമായി ദുബായ് UAE സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാജ്യാന്തര നിക്ഷേപ സംഗമത്തിലേക്ക് UAE പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ഉറപ്പ് നൽകിയത്. പ്രമുഖ പ്രവാസി വ്യവസായി MA യൂസഫലി അടക്കമുള്ള സാന്നിധ്യത്തിലാണ് UAE മന്ത്രാലയവുമായി അവിടുത്തെ ഇൻവെസ്റ്റർ മന്ത്രാലയവുമായി വ്യവസായ മന്ത്രി പി രാജീവ് ചർച്ച നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി ഭക്ഷ്യ സംസ്കരണത്തിലും ഒപ്പം തന്നെ ലോജിസ്റ്റിക് മേഖലയിലുള്ള മുതൽമുടക്കിനാണ് UAE താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. രാജ്യാന്തര ഈ നിക്ഷേപക സംഗമത്തിൻ്റെ ഭാഗമായി ഈ ഓരോ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും പ്രത്യേകമായി വിലയിരുത്തും. അതിൻ്റെ ഭാഗമായി UAE സംഘം ഈ നിക്ഷേപക സംഗമത്തിന് മുമ്പ് തന്നെ കേരളത്തിലെത്തി വ്യവസായ വകുപ്പ് പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ചില വാർത്തകൾ കൂടി അറിയിക്കാം. അത് വ്യാജ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ 1 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കാസർഗോഡ് ഉപ്പള സ്വദേശി മുഹമ്മദ് ഇർഷാദ് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ദേശീയ തലത്തിലാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോക്കോളും കരാറും പാലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യ ആവർത്തിക്കുന്നു. എറണാകുളം വടക്കൻ പറവൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. ഇരുചക്ര വാഹനത്തിൽ നിന്നും വീണ് വിമുക്ത ഭടന് പരിക്കേറ്റു. വടക്കേക്കര സ്വദേശിയായ ടോമിക്കാണ് പരിക്കേറ്റത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്താണ് വിഷ്ണു? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സംഭവം. എറണാകുളം വടക്കൻ പറവൂരിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന വിമുക്ത ഭടന് നേരെയാണ് നായ്ക്കൾ കുരച്ചെത്തിയത്. 8ലധികം നായ്ക്കൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ അവിടെ ഈ നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഘട്ടത്തിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റത്. ഈ പ്രദേശത്ത് നായശല്യം വളരെ രൂക്ഷമാണ്. ഇതുവരെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മറ്റാളുകളോ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ടോമി എന്ന ആൾക്കാണ് പരിക്കേറ്റത്. അയാളുടെ കാലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. മുൻപും നിരവധി പേർക്ക് ഇവിടെ നിന്ന് തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അറിയിച്ചിട്ടു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതിയ LSR എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.